നമസ്കാരം. നമ്മുടെ രാജ്യത്തെ സർക്കാർ സ്കൂളുകളുടെയും പ്രൈമറി വിദ്യാഭ്യാസ മേഖലയുടെയും ഇന്നത്തെ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ദയനീയം, പരിതാപകരം എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ ചെറിയ വാക്കുകളായി പോകും. രാജ്യത്തുടനീളമുള്ള സ്കൂളുകളിലെ ശോചനീയാവസ്ഥ തുറന്നു കാണിക്കാൻ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകൾ നടത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. ഇതിൻ്റെ ഭാഗമായി പുറത്തു വന്ന ഒരു ഞെട്ടിക്കുന്ന സംഭവം പരിശോധിക്കാം. മഹാരാഷ്ട്രയിൽ CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ തൻ്റെ ഗ്രാമത്തിനടുത്തുള്ള ഒരു സ്കൂളിലെ ശോചനീയാവസ്ഥ നേരിട്ട് മനസ്സിലാക്കാൻ എത്തിയതായിരുന്നു. എന്നാൽ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നു? അവിടുത്തെ ക്ലാസ്സുകളിൽ ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾ യഥാർത്ഥത്തിൽ ആ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ ആയിരുന്നില്ല. അടുത്തുള്ള മറ്റ് സ്വകാര്യ സ്കൂളുകളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ താൽക്കാലികമായി പിടിച്ചുകൊണ്ടുവന്ന് അവിടെ ഇരുത്തിയിരിക്കുന്ന കുട്ടികളായിരുന്നു അവർ. സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും ആളില്ലാത്ത അവസ്ഥയും കാണിക്കാൻ വന്നിരിക്കുന്ന മീഡിയയോ പൊതുജനങ്ങളെയോ കബളിപ്പിക്കാനും തങ്ങൾക്കൊരു നല്ല പേരുണ്ടാക്കാനും വേണ്ടി മാത്രം നടത്തുന്ന വെറുമൊരു നാടകം. പഴയ സിനിമകളിൽ സ്കൂളുകളിലെ ഇൻസ്പെക്ഷന് തലയെണ്ണാൻ ആൾ വരുമ്പോൾ പുറത്തുനിന്ന് കുട്ടികളെ കൊണ്ടുവന്ന് ഇരുത്തുന്ന തമാശ രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാജ്യത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്നത് അത്തരത്തിലുള്ള ദയനീയമായ തട്ടിപ്പുകളാണ്. അടിസ്ഥാന സൗകര്യമില്ലായ്മയും അധ്യാപകരുടെ കുറവും തകർന്നു വീഴാറായ കെട്ടിടങ്ങളും ഈ പോരായ്മകളെല്ലാം പരിഹരിച്ച് കുട്ടികൾക്ക് ഒരു നല്ല പഠനാന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് പകരം പ്രശ്നങ്ങളെ താൽക്കാലികമായി മറച്ചുവെക്കാൻ വേണ്ടി ഇത്തരം വ്യാജ പ്രദർശനങ്ങൾ നടത്തുകയാണ് അധികാരികൾ ചെയ്യുന്നത്. അഭിജിത് ദീപ്കെ ഇതേപോലെ ഗ്രാമങ്ങളിലെ സ്കൂളുകളിൽ നടക്കുന്ന ഈ വലിയ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരുമ്പോൾ അത് കേവലം ഒരു സ്കൂളിൻ്റെ മാത്രം പ്രശ്നമല്ല എന്ന് വ്യക്തമാവുകയാണ്. പഠിക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഒരു രാജ്യത്ത് ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? മനഃപൂർവ്വം വിദ്യാസമ്പന്നരല്ലാത്ത, ചിന്താശേഷിയില്ലാത്ത ഒരു തലമുറയെ വാർത്തെടുക്കാനാണ് ഭരണകൂടവും സംഘപരിവാറും ശ്രമിക്കുന്നത് എന്ന ഗുരുതരമായ ആരോപണത്തിന് ഇത് അടിവരയിടുന്നു. എന്തിനാണ് അക്ഷരാഭ്യാസമില്ലാത്ത അല്ലെങ്കിൽ കൃത്യമായ ബോധമില്ലാത്ത ഒരു വിഭാഗം ആളുകൾ ഒരു ഭരണകൂടത്തിന് ആവശ്യമായി വരുന്നത്? ചിന്തിക്കുന്ന അല്ലെങ്കിൽ അറിവുള്ള, കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ ശേഷിയുള്ള ഒരു ജനത ഉണ്ടായാൽ അവർ ഭരണകൂടത്തിൻ്റെ ഓരോ വീഴ്ചകളെയും അഴിമതികളെയും നിരന്തരം ചോദ്യം ചെയ്യും. എന്നാൽ വസ്തുതകൾ നോക്കാതെ അന്ധമായി വിശ്വസിക്കുന്ന അന്ധഭക്തർ ഉണ്ടെങ്കിൽ മാത്രമേ ഭരണകൂടങ്ങൾക്ക് അവരുടെ അധികാരം വളരെ എളുപ്പത്തിൽ നിലനിർത്താൻ സാധിക്കൂ. രാജ്യത്ത് വ്യാജ പ്രചാരണങ്ങളും ആൾക്കൂട്ട ആക്രമണങ്ങളും കൊലപാതകങ്ങളും വർഗീയ കലാപങ്ങളും ഒക്കെ ഉണ്ടാക്കാനും വളർത്താനും ഇത്തരം വിവരമില്ലാത്ത കൂട്ടങ്ങൾ അനിവാര്യമാണ്. വിദ്യാഭ്യാസം കൃത്യമായി ലഭിച്ചാൽ ഒരാൾ അധികാര കേന്ദ്രങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും. എന്നാൽ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഒരാളെ വിദ്വേഷവും വെറുപ്പും നൽകി എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പ്രൈമറി സ്കൂളുകൾ മുതൽ സർവകലാശാലകൾ വരെയുള്ള പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കാൻ സംഘടിതമായ ശ്രമങ്ങൾ നടക്കുന്നത്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പ്രധാന വിഷയമാണ് രാജ്യത്ത് ചർച്ചയാകുന്ന വൺ നേഷൻ വൺ ഇലക്ഷൻ സങ്കല്പം. വരും തെരഞ്ഞെടുപ്പുകളോടെ ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന നയം നടപ്പിലാക്കാൻ സർക്കാർ പദ്ധതിയിടുന്നു. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ജനാധിപത്യ പ്രക്രിയയെ തന്നെ ചുരുക്കി കൊണ്ടുവരാനും അധികാരം എന്നേക്കുമായി തങ്ങളുടെ കൈകളിൽ കേന്ദ്രീകരിക്കാനുമുള്ള രാഷ്ട്രീയ പദ്ധതികളുടെ ഭാഗമാണിത്. ഒരു വശത്ത് തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും മാറ്റിമറിക്കുമ്പോൾ മറുവശത്ത് നാളെയുടെ വോട്ടർമാരാകേണ്ട യുവതലമുറയുടെ വിദ്യാഭ്യാസ അടിത്തറ തന്നെയാണ് തകർക്കപ്പെടുന്നത്. UAEയും ഒമാനും തരുന്ന പാഠം ലോകത്തിലെ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ എല്ലായ്പ്പോഴും വിദ്യാഭ്യാസത്തിനാണ് ഏറ്റവും വലിയ മുൻഗണന നൽകിയിട്ടുള്ളത്. വിദ്യാഭ്യാസം കൊണ്ടൊരു നാടിൻ്റെയും ജനതയുടെയും വിധി തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്ന് അവർ ലോകത്തിന് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമുക്ക് ഏറെ പരിചയമുള്ള യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. UAEയുടെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് സായിദ് അന്ന് ചെയ്തത് എന്താണ്? അവിടുത്തെ തദ്ദേശീയരായ മുഴുവൻ ചെറുപ്പക്കാരെയും സർക്കാരിൻ്റെ പൂർണ്ണ ചെലവിൽ മാതാപിതാക്കൾക്ക് ഒരു രൂപ പോലും ബാധ്യതയില്ലാതെ വിദേശത്തെ മികച്ച സർവകലാശാലകളിലേക്ക് അയച്ച് പഠിപ്പിച്ചു. അവർക്ക് ലോകോത്തര വിദ്യാഭ്യാസം നൽകി. ഇതിൻ്റെ ഫലം ഇന്ന് നമുക്ക് കാണാം. ഇന്ന് ദുബായിലോ UAEയിലോ പോയാൽ അവിടുത്തെ ഒരു പൗരൻ
ടാക്സി ഓടിക്കുന്നതായോ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നതായോ സെക്യൂരിറ്റി ജീവനക്കാരനായി നിൽക്കുന്നതായോ കാണാൻ സാധിക്കില്ല. കാരണം അവർ ആ രാജ്യത്തെ ഏറ്റവും ഉന്നതതല തസ്തികകളിലാണ് ജോലി ചെയ്യുന്നത്. അതേസമയം തൊട്ടടുത്ത ഒമാൻ എന്ന രാജ്യം നോക്കുക. ഒമാനിൽ ടാക്സി ഡ്രൈവർമാരായും സൂപ്പർ മാർക്കറ്റ് ബില്ലിംഗ് ജീവനക്കാരായും സെക്യൂരിറ്റിയായും സ്വദേശികളായ ഒമാനികളെ കാണാം. രണ്ട് രാജ്യങ്ങളുടെയും ഭരണാധികാരികൾ വിദ്യാഭ്യാസ മേഖലയിൽ സ്വീകരിച്ച വ്യത്യസ്ത നയങ്ങളുടെയും കാഴ്ചപ്പാടുകളുടെയും ഫലമാണ് ഈ രണ്ട് സാഹചര്യങ്ങൾ. എന്നാൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥിതി എന്താണ്? ഒരു കാലത്ത് ഇന്ത്യ ഭരിച്ച നേതാക്കൾ IIT-കളും IIM-കളും ISRO-യും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് വലിയൊരു വിദ്യാഭ്യാസ ശാസ്ത്ര അടിത്തറയിട്ടു. എന്നാൽ ഇന്നത്തെ ഭരണകൂടം പ്രൈമറി സ്കൂളുകളെ പോലും തകർക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. തങ്ങളുടെ അധികാരം നിലനിർത്താൻ ജനങ്ങളെ അജ്ഞതയിൽ നിർബന്ധപൂർവം തള്ളിവിടുക എന്ന തന്ത്രമാണ് അവർ പയറ്റുന്നത്. ജനശ്രദ്ധ തിരിക്കുന്ന തന്ത്രം അജ്ഞതയും വിദ്വേഷവും വളർത്തുമ്പോൾ ഭരണകൂടത്തിനുണ്ടാകുന്ന ലാഭം എന്താണെന്ന് വ്യക്തമാക്കുന്ന മറ്റൊരു ഉദാഹരണം കൂടി പരിശോധിക്കാം. അടുത്തിടെ പഞ്ചസാരയുടെ വിലവർദ്ധനവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പ്രചരിക്കപ്പെട്ട വാദങ്ങൾ ശ്രദ്ധിക്കുക. പഞ്ചസാര കൂടുതൽ ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക വിഭാഗമാണ്, അതുകൊണ്ട് അവരെ ഒരു പാഠം പഠിപ്പിക്കാനാണ് വില കൂട്ടിയത് എന്ന തരത്തിലുള്ള വിദ്വേഷ പ്രചാരങ്ങളാണ് വിതറപ്പെടുന്നത്. ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ജനങ്ങൾ അനുഭവിക്കുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും വിലക്കയറ്റവും വർഗീയതയും വിദ്വേഷവും ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ മറച്ചു വെക്കുന്നു. രാജ്യത്ത് പഞ്ചസാരയുടെ വില വർദ്ധിക്കാൻ പ്രധാന കാരണം കരിമ്പിൽ നിന്ന് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഇത് ഭരണകൂടവുമായി അടുത്ത ബന്ധമുള്ള വൻകിട കമ്പനികൾക്ക് വേണ്ടിയാണ് നടത്തുന്നത് എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം വലിയ സാമ്പത്തിക ചോദ്യങ്ങളിൽ നിന്നും അഴിമതി ആരോപണങ്ങളിൽ നിന്നും പൊതുജന ശ്രദ്ധ തിരിച്ചുവിടാൻ വർഗീയ കഥകൾ നൽകിയാൽ മാത്രം മതിയാകും. ചോദ്യങ്ങൾ ചോദിക്കാത്ത, പ്രചരിപ്പിക്കുന്ന എന്തും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് അധികാരികൾക്ക് ആവശ്യം. അതുകൊണ്ടാണ് അവർ യഥാർത്ഥ വിദ്യാഭ്യാസത്തെ ഭയപ്പെടുന്നത്. സാധാരണഗതിയിൽ ഏതൊരു ഭരണകൂടവും ആരോഗ്യവും വിദ്യാഭ്യാസവും സാമ്പത്തികവും ശക്തിപ്പെടുത്താനാണ് ശ്രമിക്കുക. എന്നാൽ ഇവിടെ പ്രൈമറി വിദ്യാഭ്യാസം മുതൽ തകർത്തെറിയാനാണ് ശ്രമിക്കുന്നത്. കാരണം ചിന്തിക്കുന്ന ഒരു ജനത ചോദ്യങ്ങൾ ചോദിക്കും. അത് ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരത്തിന് ഭീഷണിയാകും. അതുകൊണ്ട് രാജ്യത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകരുന്നത് കേവലം ഒരു സ്കൂളിന്റെ മാത്രം പ്രശ്നമല്ല. സ്വന്തം കുടുംബത്തെ നഷ്ടപ്പെട്ടിട്ടും സത്യം വിളിച്ചു പറയുന്ന പോരാളികളുടെ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കാതിരുന്നുകൂടാ. ഇത് നമ്മുടെ നാളെയുടെ, നമ്മൾ ഓരോരുത്തരുടെയും ചിന്താശേഷിയുടെ മേലുള്ള കടന്നുകയറ്റമാണ്. ചിന്തിക്കുന്ന ഒരു തലമുറയെ ഇല്ലാതാക്കാൻ അനുവദിക്കണമോ അതോ കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കണമോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.